1972 ആൻഡീസ് വിമാനാപകടം ആൻഡീസിന്റെ അത്ഭുതം എന്നും അറിയപ്പെടുന്നു. സാധ്യതകൾക്കെതിരായ അതിജീവനത്തിന്റെ ഒരു വേദനാജനകമായൊരു കഥയാണിത്. 1972 ഒക്ടോബർ 13 ഉറുഗ്വേ വ്യോമസേന ഫ്ലൈറ്റ് 575 ചാർട്ടർ ചെയ്ത ഫെയർചൈൽഡ് FH-227D വിമാനം ആൻഡീസ് പർവ്വതനിരകളിൽ തകർന്നു വീണു. ഉറുഗ്വേയിലെ മോണ്ടെവീഡിയോയിൽ നിന്നുള്ള ഓൾഡ് ക്രിസ്ത്യൻസ് ക്ലബ് റഗ്ബി ടീമിലെ അംഗങ്ങളും അവരുടെ സുഹൃത്തുക്കളും കുടുംബവും ഉൾപ്പെടെ 45 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഒരു മത്സരത്തിനായി ചിലിയിലെ സാന്റിയാഗോയിലേക്ക് പോകുകയായിരുന്നു അവർ. സാന്റിയാഗോയിലേക്ക് പോകുന്നതിന് മുമ്പ് മോശം കാലാവസ്ഥ കാരണം വിമാനം അർജന്റീനയിലെ മെൻഡോസയിൽ നിർത്തി. അവിടെ നിന്ന് സാന്റിയാഗോയിലേക്ക് പോകുന്നതിനിടെ ആൻഡീസ് കടക്കുമ്പോൾ പൈലറ്റുമാർ തങ്ങളുടെ സ്ഥാനം തെറ്റായി കണക്കാക്കി. വിമാനം ലാൻഡ് ചെയ്യാനായി വളരെ നേരത്തെ തന്നെ താഴേക്കിറങ്ങി. 18,000 അടി ഉയരത്തിലുള്ള ഒരു പർവ്വതത്തിൽ വിമാനം ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ വിമാനം തകർന്നു. ആൻഡീസ് പർവ്വതനിരയുടെ വിദൂരവും വിജനവുമായ പ്രദേശത്താണ് വിമാനം തകർന്നു വീണത്. ആ അപകടത്തിൽ 45 യാത്രക്കാരിൽ 12 പേർ തൽക്ഷണം മരിച്ചു. മറ്റു പലരും ഉടൻ തന്നെ മരണമടഞ്ഞു. ഭൂമിയിലെ ഏറ്റവും ദുർഘടമായൊരു അന്തരീക്ഷത്തിൽ ഭക്ഷണമോ ആശയവിനിമയ മാർഗങ്ങളോ ഇല്ലാതെ അതിജീവിച്ചവർ അവിടെ കുടുങ്ങിപ്പോയി. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ അവർക്ക് ചില അഭയസ്ഥാനങ്ങൾ നൽകി. പക്ഷേ അവർക്ക് തണുത്ത കാലാവസ്ഥയെ നേരിടാൻ ആവശ്യമായ ഉപകരണങ്ങളോ മെഡിക്കൽ സാമഗ്രികളോ ഉണ്ടായിരുന്നില്ല. അതിജീവിച്ചവർ 0 താഴെയുള്ള താപനില, ഹിമപാതം, അസുഖങ്ങൾ തുടങ്ങിയ കടുത്ത ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ചോക്ലേറ്റ്, വൈൻ, മറ്റു ചില ലഘുഭക്ഷണങ്ങൾ എന്നിവയുൾപ്പെടെ അവരുടെ കൈവശമുണ്ടായിരുന്ന ചെറിയ ഭക്ഷണം അവർ വീതിച്ചെടുത്തു. ദിവസങ്ങൾ ആഴ്ചകളായി മാറുമ്പോൾ അവരുടെ സ്ഥിതി കൂടുതൽ നിരാശാജനകമായി. തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പരിമിതമായ ഭക്ഷണ സാധനങ്ങൾ തീർന്നു പോയതിനു ശേഷം ജീവൻ നിലനിർത്താൻ വേണ്ടി മരിച്ചുപോയ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും മൃതദേഹങ്ങൾ ഭക്ഷിക്കുന്നതിനുള്ള പ്രയാസകരമായ തീരുമാനമാണ് അതിജീവിച്ചവർ എടുത്തത്. ഈ തീരുമാനം നിസാരമായി എടുത്തതല്ല. അതിജീവിക്കാനുള്ള അവരുടെ ശക്തമായ ഇച്ഛാശക്തിയും സംഘത്തിലെ പരസ്പര ധാരണയും അതിലേക്ക് നയിച്ചു. അപകടത്തിനു ശേഷമുള്ള ദിവസങ്ങളിൽ നിരവധി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും വിദൂര സ്ഥലവും കഠിനമായ കാലാവസ്ഥയും കാരണം 8 ദിവസത്തിനു ശേഷം രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നിർത്തിവെച്ചു. തിരച്ചിൽ ഉപേക്ഷിച്ചതായി രക്ഷപ്പെട്ടവർ അവരുടെ പക്കലുണ്ടായിരുന്ന ഒരു ട്രാൻസിസ്റ്റർ റേഡിയോയിൽ കൂടെ കേട്ടു. അത് അവരുടെ മനോവീര്യത്തിന് കനത്ത പ്രഹരമായിരുന്നു. സ്ഥിതിഗതികൾ വഷളായപ്പോൾ അതിജീവിച്ചവരിൽ ശക്തരായ 2 പേരായ നാൻഡോ പരാഡോയും റോബർട്ടോ കനേസയും സഹായം തേടി അപകടകരമായൊരു യാത്ര പോകാൻ തീരുമാനിച്ചു. ആൻഡീസിലൂടെ 10 ദിവസം അവർ കാൽനടയായി സഞ്ചരിച്ചു. അതിശൈത്യവും അപകടകരമായ ഭൂപ്രദേശവും എപ്പോഴും നിലനിൽക്കുന്ന ഹിമപാത ഭീഷണിയും അവർ അതിജീവിച്ചു. 1972 ഡിസംബർ 20 ആൻഡീസിൽ കുടുങ്ങിയ 72 ദിവസങ്ങൾക്കു ശേഷം നാൻഡോ പരാഡോയും റോബർട്ടോ കനേസയും ഒടുവിൽ സെർജിയോ കാറ്റലൻ എന്ന ചിലിയൻ ഇടയനെ കണ്ടുമുട്ടി. അദ്ദേഹം അവർക്ക് ഭക്ഷണം നൽകുകയും അധികാരികളെ അറിയിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ചിലിയൻ സൈന്യം അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഡിസംബർ 22 രക്ഷപ്പെട്ട ശേഷിക്കുന്ന 14 പേരെയും വിമാനമാർഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി. ആൻഡീസ് അതിജീവിച്ചവരുടെ കഥ അസാധാരണമായ മനുഷ്യ സഹിഷ്ണുതയുടെയും ജീവിക്കാനുള്ള ആഗ്രഹത്തിന്റെയും കഥയാണ്. പക്ഷേ അവർക്ക് നിരവധി ധാർമ്മികമായ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു, പ്രത്യേകിച്ച് നരഭോജനം നടത്താനുള്ള തീരുമാനത്തെക്കുറിച്ച്. അതിജീവിച്ചവർക്ക് തുടക്കത്തിൽ ഞെട്ടലും മറ്റുള്ളവരുടെ അവഗണനയും നേരിടേണ്ടി വന്നു. എന്നാൽ പിന്നീട് അവരുടെ പ്രവർത്തനങ്ങൾ അതിജീവനത്തിനുള്ള ഒരു നിർണായക നടപടിയായി മനസ്സിലാക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്തു. 1974 പിയേഴ്സ് പോൾ റീഡ് അലൈവ് എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിൽ ഈ വേദനാജനകമായ പരീക്ഷണം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പിന്നീട് ഈ കഥ 1993 ഫ്രാങ്ക് മാർഷൽ സംവിധാനം ചെയ്ത അതേ പേരിൽ ഒരു സിനിമയായി രൂപാന്തരപ്പെട്ടു. 2006 മിറക്കിൾ ഇൻ ദ ആൻഡീസ്, 70 ഡേയ്സ് ഓൺ ദി മൗണ്ടെയിൻ ആൻഡ് മൈ ലോങ് ട്രക്ക് ഹോം എന്ന പുസ്തകത്തിൽ നാൻഡോ പരാഡോ തന്റെ അഗ്നിപരീക്ഷയെക്കുറിച്ചുള്ള വിവരണം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
സമൂഹത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അതിജീവിച്ചയാളുടെ കുറ്റബോധം, അവരുടെ പ്രവർത്തികളുടെ ധാർമ്മിക പ്രത്യാഘാതങ്ങൾ എന്നിവയുമായി മല്ലിട്ടു. കാലക്രമേണ അവർ തങ്ങളുടെ കഥ പങ്കുവയ്ക്കുന്നതിലൂടെ ആശ്വാസം കണ്ടെത്തി. 1972 ആൻഡീസ് വിമാനാപകടം മനുഷ്യന്റെ പ്രതിരോധ ശേഷിയുടെയും അതിജീവിക്കാനുള്ള സഹജാവബോധത്തിന്റെയും ആഴത്തിന്റെ തെളിവാണ്. അതിജീവിച്ചവരുടെ കഥ മനുഷ്യന്റെ സഹിഷ്ണുതയുടെയും പരിധികളെക്കുറിച്ചും ജീവിത മരണ സാഹചര്യങ്ങളിൽ നേരിടുന്ന ധാർമ്മിക സങ്കീർണതകളെക്കുറിച്ചും ആഴത്തിലുള്ള പ്രതിഫലത്തിന് പ്രചോദനം നൽകുന്നു.